രാജാക്കന്മാരുടെ പുസ്തകം കഴിയുന്നിടത്തോളം എല്ലാ ദൈവമക്കളും എടുക്കുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം, അതിൻ്റെ 18-ാം വാക്യം മുതൽ താഴേക്കുള്ള കുറച്ച് വാക്യങ്ങൾ 24-ാം വാക്യം വരെ ദൈർഘ്യമേറിയൊരു പാരഗ്രാഫാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 18-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കും. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ പാപം ഓർമ്മിപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനുമാകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. അവൻ അവളോട്, നിന്റെ മകനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞു. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടു ചെന്ന് തൻ്റെ കിടക്കമേൽ കിടത്തി. അവൻ യഹോവയോട്, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണു വീണു. എൻ്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ അവനെ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. 22-ാമത്തെ വാക്യം. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. അടുത്തത്, കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു. പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഒരു അത്ഭുതം നടന്നു. കുട്ടിയുടെ പ്രാണൻ അവനിലേക്ക് മടങ്ങി വന്നു. സ്തോത്രം. ഇന്ന് പകൽ ഈ യോഗത്തിനകത്തിരിക്കുന്ന നമ്മളോട് സ്വർഗത്തിലെ ദൈവം സംസാരിക്കുന്നു. അസാധ്യമായി പോയ വിഷയങ്ങളെ സാധ്യമാക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകളെ ദൈവാത്മാവ് ഉപയോഗിക്കും. സ്തോത്രം. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാർത്ഥനയോടെ കേൾക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിനകത്ത് ഇതുവരെയും ഒരു ഉയർപ്പ് നടന്നിട്ടില്ല. ഒരു ഉയർപ്പ് ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ഉൽപ്പത്തി പുസ്തകമാകട്ടെ, പുറപ്പാട് പുസ്തകമാകട്ടെ, ലേവ്യ പുസ്തകമാകട്ടെ, സംഖ്യാ പുസ്തകമാകട്ടെ, ആവർത്തന പുസ്തകമാകട്ടെ, യോശുവയുടേതാകട്ടെ, ഇങ്ങനെ തുടങ്ങുന്നു. രാജാക്കന്മാരുടെ പുസ്തകം വരെ ഇതുവരെയും ഒരു ഉയർപ്പ് വേദപുസ്തകത്തിൽ നടന്നിട്ടില്ല. ആദ്യമായി ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ മരിച്ചുപോയൊരു കുഞ്ഞിനെ ഉയർപ്പിൻ്റെ വാഗ്ദത്തത്തിലേക്ക് ഈ മനുഷ്യൻ കൊണ്ടുവരികയാണ്. സ്തോത്രം. എന്തുവാ ഈ മരിച്ചുപോയ കുഞ്ഞിനെ ഉയർപ്പിൻ്റെ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടെത്തിയതിൻ്റെ രഹസ്യമാണ് ആ പദത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. ആ വാക്യം എല്ലാവരും കൂടെ ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. മരിച്ച കൊച്ചിൻ്റെ അകത്തൊരു ഉയർപ്പ് വ്യാപരിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഏലിയാവെന്ന് പറയുന്ന പദം അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ട് നിങ്ങളുടെ പേര് അവിടെ നിന്ന് എഴുതി ചേർക്കാമോ? യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ടു. വിശ്വസിക്കുന്നവർ പറ, യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഉറക്കെ പറ, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ യേശു എൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മാത്രമല്ല, അവൻ കണ്ണുനീര് കാണുന്ന ദൈവമാണ്. അവൻ കണ്ണുനീര് കാണുന്ന ദൈവം മാത്രമല്ല, അവൻ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ദൈവമാണ്. അവൻ ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ദൈവം മാത്രമല്ല, നിന്റെ മനസ്സിൻ്റെ സ്പന്ദനങ്ങളെ അറിയുന്ന സ്വർഗത്തിലെ ദൈവമാണ്. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? എൻ്റെ യാചന കേൾക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഞാൻ ആമുഖ സന്ദേശത്തിനകത്ത് പറഞ്ഞതുപോലെ, നിങ്ങളുടെ ബ്ലഡ് ഒരു ലാബിനകത്ത് കൊണ്ടു കൊടുത്താൽ ആ ലാബ് അത് ടെസ്റ്റ് ചെയ്തിട്ട് പറയും, ഈ ബ്ലഡ് ഇന്ന ഗ്രൂപ്പാണ്, നല്ലത്. ഈ ബ്ലഡിനകത്ത് ഇത്ര കൗണ്ട്സ് കുറവുണ്ട്, നല്ലത്. ഈ ബ്ലഡിനകത്ത് ഇത്ര പ്ലേറ്റ്ലെറ്റ് കുറവുണ്ട്, നല്ലത്. അതൊരു ലാബിൻ്റെ ടെക്നോളജിക്കൽ വശമാണ്. ബ്ലഡ് കൊണ്ടു കൊടുത്താൽ ലാബിനത് മനസ്സിലാകും. ഇനി ഏതെങ്കിലും ശരീരത്തിനകത്ത് ഒരു ഭാഗം പെട്ടെന്ന് മുഴയായി, ഡോക്ടർ പറയുന്നു ബയോപ്സിക്ക് അയക്കണം. ബയോപ്സിക്ക് അയക്കുമ്പോൾ റിപ്പോർട്ട് വന്നു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. ഇവിടുത്തെ സകല ലാബുകൾക്കും നിന്റെ ശരീരത്തിൻ്റെ മുടി മുതൽ DNA മുതൽ ഉച്ച മുതൽ ഉള്ളങ്കാരി വരെയുള്ള സകല കാര്യങ്ങളും ചെക്ക് ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിനകത്തുണ്ട്. പക്ഷേ ഞാനൊരു ദൂത് ഇന്ന് ഞായറാഴ്ച പകൽ ഇറങ്ങി പറയട്ടെ, നിന്റെ കണ്ണുനീർ ഒരു ലാബിനകത്ത് കൊണ്ടു കൊടുത്താൽ അവർക്കത് മനസ്സിലാകില്ല നീ എന്തിനാ കരഞ്ഞതെന്ന്. പക്ഷെ ആ കണ്ണുനീർ ഇന്ന് പകൽ യേശുവിൻ്റെ കരത്തിലേക്ക് കൊണ്ടു കൊടുത്താൽ നീ കരഞ്ഞത് എന്തിനാണെന്നും നിന്റെ മനസ്സിന്റെ ഭാരം എന്താണെന്നും ആ ആകുലതകൾ എന്താണെന്നും മനസ്സിലാക്കുന്ന ഒരു സ്വർഗത്തിലെ തമ്പുരാ ഇന്ന് പകൽ നമ്മുടെ യോഗത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? എൻ്റെ ഹൃദയത്തിന്റെ വേദനകൾ അറിയുന്ന ദൈവം. ആ ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു ഭാഷയുണ്ട്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും. ഉറക്കെ പറഞ്ഞ്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല
സകല ജഡവും നിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഇനി ആ ഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൂത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ഏലിയാവ് ഇവിടെ പ്രാർത്ഥിക്കുക. ഏലിയാവിൻ്റെ 2 പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ആ വാക്യത്തിൽ കാണാൻ കഴിയുന്നു. ഇന്ന് രാവിലെ വായിച്ചപ്പോഴാണ് ഇങ്ങനൊരു ചിന്തയിലേക്ക് ഞാൻ വന്നത്. ഏലിയാവിൻ്റെ 2 പ്രാർത്ഥനകൾ ആ വാക്യത്തിനകത്തുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് 20ാമത്തെ വാക്യം, അവൻ യഹോവയോട്, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം. നിങ്ങൾ ആ പദം കണ്ടോ? നീ ഇവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു. എന്തുവാ അതിൻ്റെ അർത്ഥം? ഈ പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ നാവിൽ നിന്നും വീണതാ. സഹിച്ച സ്തോത്രം. ഈ അനർത്ഥം വന്നോ, അപകടം വന്നോ, ഞാൻ മുഖാന്തരം പ്രശ്നം വന്നോ, എൻ്റെ കർത്താവേ നീ എന്നെ കാണുന്നില്ലേ, നീ എന്നെ അറിയുന്നില്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചവർ ഇന്ന് പകലത്തെ യോഗത്തിനകത്തുണ്ടോ? സ്തോത്രം. കർത്താവേ നീ എന്നെ അറിയുന്നില്ലേ കർത്താവേ, നീ എന്നെ കാണുന്നില്ലേ കർത്താവേ, നിനക്കെൻ്റെ ചിന്തകളെ അറിയാൻ പാടില്ലേ കർത്താവേ, സ്തോത്രം. എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുന്നില്ലേ, ഞാൻ മുഖാന്തരം ഒരു അനർത്ഥം വന്നുവോ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒന്നും മറുപടി കൊടുത്തില്ല. ദൈവം സൈലൻ്റ് ആയിരുന്നു ആ പ്രാർത്ഥനയ്ക്ക്. എന്നിട്ട് ആ മനുഷ്യൻ പിന്നെ തിരുത്തി പ്രാർത്ഥിക്കുക. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കൺവീണ് വീണു. എൻ്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ ഇവനിലേക്ക് മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന യഹോവ ശ്രദ്ധിച്ചു കേട്ടു. അതിനർത്ഥം എന്നാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അവൻ പ്രാർത്ഥിക്കേണ്ടത്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ? പ്രാർത്ഥിക്കുന്നവൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടാണ് അവൻ പ്രാർത്ഥിക്കേണ്ടത്. എന്തുവാ ഈ 17ാം അധ്യായത്തിലെ വിഷയം പറയാം. 17ാമത്തെ അധ്യായത്തിലെ തുടക്കവാക്യത്തിനകത്ത് കിടക്കുന്നത്, എന്നാൽ ഗിലെയാദിലെ തിഷ്പിയിൽ നിന്നുള്ള തിഷ്പിനായി ഏലിയാവ് എന്ന് പറഞ്ഞ വാക്കോടുകൂടെയാണ് 17ന്റെ 1 ആരംഭിക്കുന്നത്. ആഹാബിൻ്റെ അടുക്കൽ ചെന്ന് ഏലിയാവ് ദൂത് പറയുക. ആ ദൂതിനകത്തൊരു സാരാംശം പറഞ്ഞിരിപ്പുണ്ട്. ആ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ കൊട്ടാരത്തിനകത്തേക്ക് ഇടിച്ചു കയറി ദൂത് പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ ഇവിടെ മഞ്ഞുമഴയും. സത്യത്തിൽ യഹോവ പറഞ്ഞയച്ച ദൂതാണ്, യഹോവ പറഞ്ഞ ദൂതാണത്. കർത്താവ് പോയി പറയാനൊക്കെ പറഞ്ഞത്. പക്ഷേ കൊട്ടാരത്തിനകത്ത് കയറുന്ന ഏലിയ പറഞ്ഞത്, അടകനെ ശബനം ദേനകസി ഹതനാദിയാതന. കർത്താവ് എന്നോട് പറയുന്നു, എന്തുവാ? ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ ഇവിടെ മഞ്ഞും മഴയും ഉണ്ടാക്കത്തില്ല, കർത്താവ് എന്നോട് പറയാൻ പറയുന്നു. അങ്ങനൊന്നുമല്ല, അതിൻ്റെ ടോൺ അങ്ങനല്ല. സത്യത്തിൽ അതാ യാഥാർത്ഥ്യം. പക്ഷേ ഏലിയാവ് പറഞ്ഞ വാക്ക്, സ്തോത്രം, ദൈവം എന്നെ പറഞ്ഞയച്ചു എന്നല്ല. യാഥാർത്ഥ്യം അതാ. ദൈവം ദൂത് പറഞ്ഞെന്നല്ല, യാഥാർത്ഥ്യം അതാ. പക്ഷേ ദൂത് പറഞ്ഞപ്പോൾ, എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഏലിയ പറയുന്ന വാക്ക് കണ്ടോ? ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ ഇവിടെ മഞ്ഞും മഴയും ഉണ്ടാകില്ല. അതിനർത്ഥം എന്നാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവൻ്റെ നാവിനകത്ത് ദൈവം കൊടുക്കുന്നൊരു അധികാരമാണ് അത്. സ്തോത്രം. ഈ യോഗത്തിനകത്തിരിക്കുമ്പോൾ പ്രത്യേകിച്ച് മക്കളൊക്കെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. അവൻ നമ്മുടെ നാവിനകത്ത് ദൈവം തന്നിരിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട്, ഒരധികാരമുണ്ട്. ഒരു അഭിഷേകത്തിൻ്റെ ശബ്ദമുണ്ട്. ഈ യോഗം കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ അകത്തളങ്ങളിലോട്ട് കാലെടുത്ത് വെച്ചിട്ട് പറയണം, ഞാൻ പറഞ്ഞല്ലാതെ എൻ്റെ വീട്ടിൽ ചില ശക്തികൾ ഇനി ചലിക്കുകയില്ല, രക്തം ക്ഷയമെടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലാതെ ആ വിഷയം ഇനി അനങ്ങുകയില്ല. അങ്ങനെ തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുന്ന എത്ര ദൈവത്തിൻ്റെ മക്കളുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഞാൻ വിളിക്കുന്ന പേര് പോരാടിയുള്ള പ്രാർത്ഥനയെന്ന. മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നു എന്നതിനേക്കാളും അപ്പുറം ഇന്ന് പകൽ നിന്റെ വിഷയം കിടക്കുന്ന സ്ഥാനം അഴിഞ്ഞു പുറത്തു വരുന്നത് പോലെ ഞാൻ ആ വിഷയത്തിൽ മൗനമായിരിക്കില്ല എന്ന് പറയുന്ന എത്ര ദൈവത്തിൻ്റെ മക്കൾ ഈ യോഗത്തിനകത്തുണ്ട്? ആ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം നടക്കുന്നത് വരെ, ആ വിഷയത്തിനകത്തൊരു ദൈവകരം ചലിക്കുന്നത് വരെ, ആ വിഷയത്തിനകത്തൊരു ദൈവപ്രവൃത്തിയുടെ തികവ് വെളിപ്പെട്ടു വരുന്നത് വരെ എൻ്റെ നാവ് മൗനമായി ഇരിക്കില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുക്കാമെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയാ, ആ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം നടന്നിരിക്കൂ. യഹോവ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടിരിക്കൂ. വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ദൂത് പറഞ്ഞ ഏലിയാവ് അധികാരത്തോടെ ശബ്ദമുയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭവനത്തിന്റെ ഈ മനുഷ്യനെ ദൈവത്തിന്റെ ആത്മാവ് ഒളിപ്പിക്കുക. ഒളിപ്പിച്ച 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അതിനകത്ത് ഒരു സ്ഥലമാണ് ആമേൻ സ്തോത്രം, അതേ ആമേൻ സ്തോത്രം, തോടിനരികെയുള്ള ആ കിഴക്കേ കരീത്ത് തോടിനരികെയുള്ള ആ പ്രത്യേക അറ്റ്മോസ്ഫിയർ. സ്തോത്രം. ദൈവത്തിന്റെ സൂക്ഷിപ്പ് നമ്മുടെ മേലുണ്ടെങ്കിൽ ശത്രുവിന്റെ മൂക്കിന്റെ തുമ്പത്ത് പോയിരുന്നാലും എന്നെ തൊടാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയില്ല. അല്പസമയം മുമ്പ് പ്രിയ മമ്മി സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു പദം പറഞ്ഞു കേട്ടായിരുന്നോ? അനർത്ഥങ്ങൾ, രോഗങ്ങൾ തൻ്റെ ശരീരത്തിനകത്ത് പിശാച് ആവർത്തിച്ചു വിതയ്ക്കാൻ. എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് ജീവന് ഹാനി വന്നില്ല? അതിനേക്കാൾ പാതി വിഷയമുള്ളവനെ പെട്ടിക്കകത്ത് കയറ്റി അടക്ക ശുശ്രൂഷ നടത്തിയില്ലേ? ഇത്രയും രോഗങ്ങൾ ശരീരത്തിനകത്തൂടെ കയറി ഇറങ്ങിപ്പോയിട്ട് ജീവനോടെ നിലനിർത്തിയതിൻ്റെ പിന്നിൽ ഒറ്റ രഹസ്യമുള്ളൂ, എന്നെ തൊടുക ദൈവത്തിൻ്റെ
പദ്ധതി അല്ലെങ്കിൽ പിശാചിന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നിരുന്നാലും എന്നെ തൊടാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയുകയില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. രക്തം ക്ഷയമെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഏലിയാവ് കെരീത്ത് തോടിനരികെ ഇരിക്കുക. അവൻ നാട് മൊത്തവും പരതി ആ മനുഷ്യനെ കിട്ടുന്നില്ല. കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ കാക്കയുടെ വരവ് നിന്നപ്പോൾ ദൈവം ഏലിയാവിനോട് പറയുന്ന സെക്കൻഡ് ഒളിസങ്കേതമാണ് സരാഫത്തിലെ വിധവയുടെ വീട്ടിലേക്ക് പോകുക. ആ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ നമ്മളിവിടെ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ വിഷയം അതൊന്നുമല്ല. അപ്പോൾ ഏലിയാവ് സരാഫത്തിലെ വിധവയുടെ വീട്ടിനകത്ത് പോകുന്നു. അവിടെ ആ സഹോദരിക്ക് ഒന്നുമില്ല. അപ്പോൾ അവിടെ കിടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊരു ദൂതാണ്. 17-ന്റെ 4-ാമത്തെ വാക്യവും 17-ന്റെ 10-ാമത്തെ വാക്യവും. 4-ാമത്തെ വാക്യം ഞാൻ അങ്ങ് വായിച്ച് കേൾപ്പിക്കാം. 4-ന്റെ സെക്കൻഡ് പാർട്ട് കേൾക്കണേ. 4-ന്റെ സെക്കൻഡ് പാർട്ട്, തോട്ടിൽ നിന്ന് നീ കുടിച്ചു, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന്. അടുത്ത വാക്ക്, ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. എന്തോ മക്കളെ ആ വാക്ക്? ഞാൻ കാക്കയോട് ഒന്ന് പറഞ്ഞ ആ വാക്കെന്ന് പറഞ്ഞാൽ ഞാൻ കാക്കയോ, സ്തോത്രം, ഞാൻ കാക്കയോട് ഇന്ന് രാവിലെ വായിച്ചപ്പോൾ എനിക്കൊരു ദൂത് വിളി കിട്ടി. സ്തോത്രം, ആമേൻ. ദൂത് പറഞ്ഞ ഏലിയാവ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവം പറയുക, പേടിക്കണ്ട, തോട്ടിലോട്ട് പോകും, അവിടെ ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുക. അപ്പോൾ ദൂത് പറയുന്നതിനേക്കാൾ മുമ്പ്, അല്ലെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏലിയാവിനുള്ള വഴികളെ ദൈവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം പറയാം. ദൈവം പറഞ്ഞതിൻ്റെ പേരിൽ നീ നിൽക്കാൻ തുടങ്ങുമ്പോൾ, ദൈവം പറഞ്ഞതിൻ്റെ പേരിൽ നീ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവം പറഞ്ഞതിൻ്റെ പേരിൽ നീ ഉപവസിക്കാൻ തുടങ്ങുമ്പോൾ നിനക്കുള്ള വഴികളെ മറുഭാഗത്ത് ദൈവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പലർക്കും വേണ്ടി ദൈവം കൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകലത്തെ ഞായറാഴ്ച മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാ പ്രവചിച്ചു ദൂത് പറയുന്നു. ഈ പകലത്തെ മീറ്റിങ്ങിൽ നമ്മൾ അവൈലബിൾ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള വിഷയങ്ങളെ ദൈവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കുള്ള വിഷയങ്ങളെ ദൈവം ക്രമീകരിച്ചുകൊണ്ട് രക്തത്താൽ വചനത്താൽ ഞങ്ങൾ ആത്മാവിൽ ക്ഷയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തിരുന്ന് നമ്മൾ ഹൃദയം തുറന്ന് സ്തോത്രം പറഞ്ഞില്ലേ? ഇതിനകത്ത് നമ്മൾ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചില്ലേ? ഈ 2 മണിക്കൂറുകളായി നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നില്ലേ? ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടിയ കാര്യങ്ങളെ എൻ്റെ ദൈവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ കാക്കയോട് കൽപ്പിക്കേണ്ടതാണെങ്കിൽ കാക്കയോട് കൽപ്പിക്കുന്നുണ്ട്. അപ്പം മറു ചോദ്യം, നൂലെക്കെട്ടി ഇറക്കി തരേണ്ടതാണെങ്കിലോ പാസ്റ്റേ, നൂലെക്കെട്ടി ദൈവം ഇറക്കി തരുമോ? അവൻ ചില വിഷയത്തെ കൽപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. 10-ാമത്തെ വാക്യവും അങ്ങനെ തന്നെ പറയുന്നത്. ഇനി അടുത്ത വാക്യം നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോ. കെരീത്ത് തൊട്ടിൽ വെള്ളം പറ്റി, കാക്കയുടെ വരവ് നിന്നു. അപ്പൊ കാക്കയോട് ദൈവം കൽപ്പിച്ചതിന് ടൈം ഷെഡ്യൂൾ തീർന്നു. അതിന്റെ ലെങ്ത് അവസാനിച്ചു. പട്ടിണിയുടെ പ്രാരാബ്ധത്തിന്റെ നിരാശയിലേക്ക് ഈ മനുഷ്യൻ ആണ്ടുപോകുമ്പോൾ ദൈവം പറഞ്ഞ ഭാരം വേണ്ട, കാക്കയോട് ഞാൻ കൽപ്പിച്ചല്ലോ. ഇനി അടുത്ത വാക്ക് എന്നറിയാമോ? സാരാഫത്തിലെ വിധവയുടെ വീട്ടിലും ഞാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന്. എന്ന് വെച്ചാൽ നിന്റെ ഒരു വഴി അടയുന്നതിനേക്കാൾ മുമ്പ് അടുത്ത വഴിയെ ദൈവം തുറന്നു വച്ചിട്ടുണ്ട്. രക്തം ക്ഷയമെടുക്കുന്നു. എത്ര പേർക്ക് ആ ദൂത് ഹൃദയം തുറന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ന് നിന്റെ ഒരു വഴി അടയുമ്പോൾ ഓൾറെഡി അടുത്ത വഴി ദൈവം സെറ്റ് ചെയ്ത് തുറന്നു വെച്ചിരിക്കുകയാണ്. ഈ ആഴ്ച ചിലരെ നോക്കി ഞാൻ പ്രവചിച്ച് ദൂത് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ അടയപ്പെട്ടു പോയ വഴികളെ ഓർത്ത് ഭാരപ്പെടേണ്ട. അത് അടയുന്നതിനേക്കാൾ മുമ്പ് യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് ആ ദൂത് സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ആ ദൂത് ആത്മാവിൽ റിസീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്? ആ വാതിൽ അടയുമ്പോഴല്ലേ നിങ്ങൾക്ക് ഭാരം വന്നത്? ആ വാതിൽ അടയുന്നതിനേക്കാൾ മുമ്പ് അടുത്ത വഴിയെ ദൈവം സെറ്റ് ചെയ്ത് പെട്ടു. ഇതൊരു പ്രവചന ശബ്ദമാണ് കേട്ടോ. ഈ ആഴ്ച നമ്മുടെ ചില കുടുംബങ്ങൾക്കകത്ത് സംഭവിക്കപ്പെടാൻ പോകുന്ന ഒരു ദൂത് ദൈവാത്മാവ് ഇന്ന് പകൽ പ്രവചിച്ചു പറയാൻ പറയുന്നു. ആ വഴി അടയുന്നതിനേക്കാൾ മുമ്പ്, ആ വാതിൽ അടയുന്നതിനേക്കാൾ മുമ്പ് പേടിക്കണ്ട. ഓൾറെഡി അടുത്ത ഭാഗത്ത് ദൈവം സെറ്റ് ചെയ്തിരിക്കുക. സാരാഫത്തിലെ വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുക. ദൈവത്തിന്റെ വഴികളൊക്കെ അഹോചരമാകട്ടോ. ദൈവത്തിന്റെ വാതിലൊക്കെ അഹോചരമാ. ബുദ്ധി കൊണ്ട് ആ ദൂതിനെ എത്തിപ്പിടിക്കരുത്. രക്തം ക്ഷയമെടുക്കുന്നു. ബുദ്ധി കൊണ്ട് ആ ദൂതിനെ എത്തിപ്പിടി. എൻ്റെ കർത്താവേ, നീ എന്തായാലും കൽപ്പിച്ചല്ലോ. കൽപ്പിച്ചു, ആമേൻ, സ്തോത്രം. എന്നാൽ പിന്നെ അത്യാവശ്യം പണമൊക്കെ ഉള്ള, അത്യാവശ്യം ഫണ്ടൊക്കെ ഉള്ള, അത്യാവശ്യം സോഴ്സൊക്കെ ഉള്ള ഒരു വീട്ടുകാരിയോട് നിനക്ക് കൽപ്പിക്കാൻ പാടില്ലേ? ദൈവം പറഞ്ഞു, മിണ്ടരുത്, ചുപ്പരഹോ. സ്തോത്രം. അതെന്താ? എടാ, എൻ്റെ വഴി എന്ന് പറയുന്നത് അഹോചരമാണ്. സ്തോത്രം. പണമുള്ളവൻ്റെ വീട്ടിനകത്ത് കയറി നിനക്ക് 3 നേരം സുഭിക്ഷമായി നീ ഭക്ഷണം കഴിച്ചാൽ പണമുള്ളവൻ പറയും, എൻ്റെ കയ്യിലെ പൈസ കൊണ്ട് അച്ചാന് ഞാൻ സപ്പോർട്ട് കൊടുത്തേന്ന്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിനൊരു പിടിവാശിയുണ്ട്. എന്നാണെന്നറിയാമോ? മഹത്വം അവൻ മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. സ്തോത്രം. അച്ഛാ, ആ നാട്ടിൽ ആരോട് ദൈവം കൽപ്പിച്ചാലും വഴി തുറക്കും. പക്ഷെ ദൈവത്തിന്റെ പിടിവാശി, വിധവയുടെ വീട്ടിൽ പോയി ഭക്ഷിച്ചാൽ വിധവ കോളറി പിടിക്കുമോ? ഞാൻ ആ ഏലിയാവിനെ പരിപാലിച്ചെന്ന് ഇല്ല. സ്തോത്രം. വിധവയുടെ വീട്ടിൽ നിന്ന് 3 നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചാൽ വിധവ കോളറി പിടിക്കുമോ? ഞാൻ ആ ഏലിയാവിന് സപ്പോർട്ട് കൊടുത്തേന്ന് അല്ല. അതെന്താ? വിധവയുടെ വീടൊരു മീഡിയേറ്ററാ. ആ വീടിനകത്ത് നിറയ്ക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. സ്തോത്രം. അഭിഷക്തന്മാരെ സൂക്ഷിപ്പാൻ ദൈവം നമ്മുടെ വീടുകളെ സജ്ജമാക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കുന്നവനെ സൂക്ഷിക്കാൻ ദൈവം നമ്മുടെ വീടുകളെ സജ്ജമാക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവദാസന്മാർക്ക്, സഭയ്ക്ക് വേണ്ടി ആമേൻ നമ്മൾ ചെയ്തതിനെല്ലാം നമ്മുടെ വീടുകളെ നിറയ്ക്കുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവിൽ അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. അത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാ,
എന്നാലും എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം അത്. ഈ പ്രാവശ്യം വരുന്ന ദൈവദാസന്മാർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കും, ഈ പ്രാവശ്യം വരുന്ന ദൈവദാസന്മാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യും. നിങ്ങൾക്കറിയാം മേലില ദേശത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ഒരു നല്ല ഹോട്ടലുള്ള സ്ഥലമല്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രിൻസ് അവറുകൾ വന്ന് ശുശ്രൂഷിച്ചപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ലാസ്റ്റ് സെക്ഷൻ കർത്താവിൻ്റെ ദാസൻ പ്രിൻസ് റാന്തി വന്ന് ശുശ്രൂഷിച്ചപ്പോൾ ആ മനുഷ്യൻ കയറി വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു കോഫി തരാമോ എന്ന്. അന്ന് നമുക്ക് ഈ ഇഞ്ചക്ഷൻ കുക്കറും പരിപാടിയൊന്നുമില്ല. ഞങ്ങളുടെ വാപ്പെട്ട എനിക്കൊന്ന് ബോസ്റ്റാനാന്ന് തോന്നുന്നു, ബോസ്റ്റാൻ മനുഷ്യൻ്റെ കോഫി മേടിക്കാനായിട്ട് അവിടെ ചെന്നു, അവിടെ ഇല്ല. പിന്നെ ഇവിടെ കടയുള്ളത് സ്തോത്രം. അവസാനം ചെങ്ങമനാട് പോയപ്പോൾ അവിടുത്തെ കട അടച്ചു. അവസാനം ആ മനുഷ്യൻ കുന്നിക്കോട് പോയി ഒരു കോഫി മേടിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് ആശീർവാദത്തിൻ്റെ സമയത്ത് ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഈ പ്രാവശ്യ ഉപവാസം വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഒത്തിരി ഭാരം വന്നു. ദൈവദാസന്മാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യും, അവർക്ക് എങ്ങനെ ഫുഡ് കൊടുക്കും. സ്തോത്രം. പക്ഷേ നമ്മൾ ആത്മനിയോഗത്തോടെ ലിസ്റ്റ് ഇട്ടു. എനിക്കൊത്തിരി സന്തോഷം. ലിസ്റ്റിനകത്ത് ഞാൻ ആ വാക്ക് അങ്ങനെ പറയട്ടെ, ലിസ്റ്റിനകത്ത് ഇല്ലാത്ത എന്ന് വെച്ചാൽ ലിസ്റ്റിനകത്ത് ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ഫുഡ് കൊടുക്കാനുള്ളൂ. പക്ഷേ അതേ കൂടുതൽ ഭക്ഷണം കൊടുത്തവരുണ്ട്. സ്തോത്രം. അതേ കൂടുതൽ രാവിലെ മാത്രം ഫുഡ് കൊടുക്കാൻ പറഞ്ഞിട്ട് രാത്രി ഭക്ഷണം കൊണ്ട് വന്നവരുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി ഉറപ്പിച്ചൊരു പദം പറയാം. എന്നറിയാമോ? ഈ സ്തോത്രം, ദൈവദാസന്മാരെക്ക് വേണ്ടി നമ്മുടെ ഭവനം ഒന്ന് തുറന്നിട്ട് കൊടുത്തെങ്കിൽ, ഒരു ഗ്ലാസ് പച്ചവെള്ളം അവർക്ക് വേണ്ടി കൊടുത്തെങ്കിൽ, ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മുടെ വീടുകളെ നിറയ്ക്കുന്ന ഒരു സ്വർഗത്തിൽ, അത് നമുക്ക് നഷ്ടമല്ല, അത് നമുക്ക് ലാഭമാക്കി തീർക്കുന്ന ഒരു സ്വർഗത്തിൽ ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. അപ്പോൾ 2 പ്രധാനപ്പെട്ട കൽപ്പനകൾ 4-ാമത്തെ അധ്യായത്തിനകത്ത്, 4-ാമത്തെ വാക്യത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ദൈവം കൊടുക്കുക. ഈ വീട്ടിനകത്ത് ഇപ്പോൾ ഏലിയാവ് സെറ്റ് ചെയ്ത് താമസിക്കുക. ഈ ഏലിയാവ് ഈ വീടിനകത്ത് താമസിക്കുമ്പോൾ ഒരു സംഭവം നടന്നു. ഇവളുടെ വീട് അത്യാവശ്യം പച്ചപ്പായി, അവൻ നന്മയായി. സ്തോത്രം. 18-ാമത്തെ വാക്യം വന്നപ്പോൾ ഒരു സംഭവം നടന്നു. അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനോ എൻ്റെ മകനെ കൊല്ലേണ്ടതിനോ ആകുന്നോ നീ എൻ്റെ അടുക്കൽ? എന്തോ ഇവിടുത്തെ വിഷയം പറയാം. സാഹചര്യം മാറി. അത്യാവശ്യം നല്ല പച്ചപ്പക്കി വീട്ടിൽ വന്നു. ഏലിയ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിങ്ങനെ, അനിൽ ബ്രദറെ, ഇനി ദേശത്തിനകത്ത് മഴയും മഞ്ഞും പെയ്യുന്നത് വരെ നിൻ്റെ വീട്ടിലെ കലത്തിലെ മാവ് കുറയില്ല, നിൻ്റെ ഭരണിയിൽ എണ്ണ എന്ത് ചെയ്യില്ല. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ പച്ചപ്പൊക്കെ ആ വീട്ടിനകത്ത് വന്നു. പക്ഷെ ഒരു സംഭവം നടന്നു. പച്ചപ്പ് വന്നപ്പോൾ അവരുടെ മകൻ്റെ മേലൊരു രോഗത്തിൻ്റെ ആത്മാവ് കയറി പിടിച്ചു. ആ മകൻ രോഗശൈലിയിലായി. ചുരുക്കം പറയാം, ആ മകൻ മരണത്തിലേക്ക് വഴിതിരിഞ്ഞു പോയി. അവൻ്റെ ഡെഡ് ബോഡി അവിടെ ഇരിക്കുമ്പോൾ ഈ സ്ത്രീ, ഈ മമ്മി വന്നിട്ട് ഏലിയാവിനോട് പറയുന്ന വാക്കാ, അയ്യോ യജമാനനെ, നീ എന്തിനാ എൻ്റെ വീട്ടിൽ വന്നതാ? എൻ്റെ പാപം ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ എൻ്റെ വീട്ടിൽ വന്നേ? എൻ്റെ തലമുറ മരിച്ചുപോയി, എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. ഒരു കാലഘട്ടത്തിൽ മരിക്കാനിരുന്നവരാച്ചാ ഇവർ. പക്ഷേ ജീവിതത്തിൽ പച്ചപ്പ് കിട്ടി, നന്മ കിട്ടി. ഒരു ദൈവദാസൻ ആ വീട്ടിൽ പാർക്കുവാൻ തുടങ്ങി. അത്യാവശ്യം നന്മയൊക്കെ ആ വീട്ടിനകത്ത് വന്നു. ഇപ്പം ആ സ്ത്രീ പറയുക, ഇപ്പം ഞാൻ മനസ്സുകൊണ്ട് മരണത്തെ കൊതിക്കുന്നത് പോലുമില്ല. ഒരു കാലഘട്ടത്തിൽ ഞാൻ ആഗ്രഹിച്ചായിരുന്നു ഒന്ന് ചാകാൻ വേണ്ടി. ഒരു കാലഘട്ടത്തിൽ എൻ്റെ ദാരിദ്ര്യ നിമിത്തം ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ജീവനെ അങ്ങ് എടുക്കണേന്ന്. പക്ഷെ ഇപ്പം എനിക്ക് പ്രതീക്ഷയ്ക്കൊരു വകയുണ്ടായിരുന്നു. നിങ്ങൾ ആ ദൂത് ശാന്തമായി കേൾക്കണേ. ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറിയിട്ട് ജീവിതത്തിൻ്റെ പച്ചപ്പിലേക്ക് ഈ സഹോദരി കാലെടുത്തു വെച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ വീണ്ടും നിരാശ ജനിപ്പിച്ചൊരു പൈശാചിക ശക്തി, അവളുടെ വീട്ടിൽ വീണ്ടും നിരാശകളെ കൊണ്ടിട്ടൊരു പൈശാചിക സ്വാധീനം. ഒരു കാലഘട്ടത്തിൽ മകനെയും കൊന്ന് അവളും ചാകാനിരുന്നവളാ. അന്ന് നമുക്ക് ഭാരമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ജീവിതത്തിൽ അത്യാവശ്യം പച്ചപ്പൊക്കെ വന്നപ്പോൾ പ്രതീക്ഷയ്ക്കൊരു വകയുണ്ട്. കുഞ്ഞ് നന്മ പ്രാപിക്കും, അവനെ ദൈവം പുറത്തയക്കും, അവൻ്റെ ജീവിതത്തിൽ ഒരു പച്ചപ്പ് വരും, എൻ്റെ കുഞ്ഞിൻ്റെ നന്മ ഞാൻ കാണും എന്നൊക്കെ ചിന്തിച്ച് കലത്തിലെ മാവ് കുറയാതെ ഭരണിയിൽ എണ്ണ കുറയാതെ നന്മയിലേക്ക് സ്റ്റെപ്പായി എടുത്തു വെച്ച അവളുടെ ജീവിത സാഹചര്യം പെട്ടെന്ന് പൊടുന്നനവയെ പ്രതീക്ഷിക്കാതെ അവളുടെ ജീവിതത്തിനകത്തേക്ക് ഒരു കൊടിയ കാറ്റ് വീശിയടിക്കുന്നത് പോലെ അവൾ ഏത് മകനെ സ്വപ്നം പോലെ കണ്ടു വളർത്തിക്കൊണ്ട് വന്നോ അതേ മകനെ വീണ്ടും മരണത്തിൻ്റെ അമിക്കയറുകൾ കയറി പിടിച്ചിരിക്കുക. അവളുടെ ജീവിതത്തിൽ വീണ്ടും നിരാശകൾ ജനിപ്പിക്കുന്നു. ഞാനൊരു ദൂത് പറയാൻ ആഗ്രഹിച്ച വാക്കൊന്നുമില്ല. ഇവിടെ നിൽക്കുമ്പോൾ ലൈവായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു. ആമേൻ, സ്വത്രം. സങ്കടം തളം കെട്ടി നിന്ന നിൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ അഴിച്ചു മാറ്റി സന്തോഷം ഉടിപ്പിച്ചിട്ടും ആ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ വീണ്ടും നിന്നെ സങ്കടത്തിലേക്ക് വഴിതിരിച്ചു വിടുന്ന, വീണ്ടും ചില സങ്കടത്തിലേക്ക് തട്ടിമാറ്റുന്ന മരണത്തിൻ്റെ ആമിക്കയറുകൾ പിടിമുറുക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയാം, യഹോവയുടെ പരിപാലനം പ്രാർത്ഥനയിൽ ആ വിഷയത്തിനകത്ത് ഇറങ്ങി വരും. പ്രാർത്ഥന കേൾക്കുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ? ഇന്ന് ആനന്ദമല്ലേ? ഇന്ന് ജീവിതത്തിൽ ഇച്ചിരി സന്തോഷമൊക്കെ വന്നല്ലേ? ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിലേക്ക് വന്നല്ലേ? ജീവിതത്തിനകത്ത് ഒരു പ്രത്യേക ആനന്ദമൊക്കെ തളം കെട്ടി നിന്നല്ലേ? പക്ഷെ ഞാനൊരു പദം ഇറങ്ങി പറയട്ടെ മക്കളെ, ആ ആനന്ദത്തെ കെടുത്തിക്കളയാനും ആ സന്തോഷത്തെ നശിപ്പിക്കുവാനും ഇതാ വീണ്ടും ജീവനെതിരെ വരുന്നൊരു ഹാനി. ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ വിഷയത്തെ നമ്മൾ പൊളിച്ചു പുറത്തു വരും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഈ വിഷയത്തെ നമ്മൾ പൊളിച്ചു പുറത്തു വരും. പ്രാർത്ഥിക്കുന്നവനെ പിടിച്ചൊതുക്കിയിരുത്താൻ ശ്രമിക്കുന്ന എല്ലാ മരണത്തിന്റെ വിഷകരമായ അമ്പുകളെയോ മുള്ളുകളെയോ അതിനെ തകർത്തുകൊണ്ട് നമ്മൾ വീണ്ടും പുറത്തു വരോ? അത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളുണ്ടെങ്കിൽ കരം ഒന്ന് ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തിയിട്ട് പറ, ഇതിനെ ഞാൻ പുറത്തു വരും, ഇതിനെ ഞാൻ ജയിക്കും, ഈ വിഷയത്തെ ഞാൻ തോൽപ്പിക്കും, ഈ വിഷയത്തെ ഞാൻ
പരാജയപ്പെടുത്തു. ഈ വിഷയത്തിനകത്തെതിരെ ഞാൻ എൻ്റെ അഭിഷേകത്തെ പുറത്തു കൊണ്ടുവരും. ഈ വിഷയത്തിൽ ഞാൻ പ്രാർത്ഥനയിൽ പടപരുതും. ആരാധിച്ച് ആ വിഷയത്തെ ജയമെടുക്കുമ്പോൾ ഞാൻ പറയാം, വീണ്ടും സങ്കടം കൊണ്ടിടുന്ന, വീണ്ടും നിരാശ കൊണ്ടിടുന്ന ആ സ്വാധീനത്തെ നമ്മൾ ജയിച്ച് പുറത്തു വരും. ഏലിയാവെന്ന് പറയുന്ന മനുഷ്യന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ഈ സഹോദരി പറയുക, എന്തിനാ യജമാനൻ എൻ്റെ വീട്ടിനകത്ത് വന്നത്? എൻ്റെ മകനെ കൊല്ലാനാണോ നീ വന്നത്? അവൻ മരിച്ചുപോയി. ഈ വാക്ക് കേൾക്കുമ്പോൾ ഏലിയാവ് എന്തുവാ ചെയ്തതെന്നറിയാമോ? നിങ്ങൾ ആ ഭാഗം ഒന്ന് ശാന്തമായി ഭാവനയെ കണ്ടേ. ഒരു ദൈവദാസനെതിരെ, ഒരു അഭിഷക്തനെതിരെ, ഒരു പ്രാർത്ഥിക്കുന്നവനെതിരെ, നിങ്ങളുടെ നന്മ കാണാൻ ആഗ്രഹിച്ചവനെതിരെ വിരൽ ചൂണ്ടിയിട്ട് നീ വന്നതുകൊണ്ടാ ഇപ്പം എൻ്റെ ഈ വീട്ടിൽ ഈ അനർത്ഥം വന്നതെന്ന് പറഞ്ഞപ്പോൾ, സത്യം പറ, നമ്മൾ ചോരത്തിളപ്പുള്ളവരല്ലേ? ആണോ? ആണ്. ആ വിഷയത്തിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് തൻ്റെ ഇടമില്ലേ? ഉണ്ട്. എന്നിട്ടും ഏലിയാവ് മൗനമായിരിക്കുക, ഏലിയാവ് മിണ്ടാതിരിക്കുക. നീ വന്നതുകൊണ്ടാ എൻ്റെ വീടിന് ഈ ദോഷം വന്നെന്ന് പറഞ്ഞപ്പോഴും ഏലിയാവ് ആ വിഷയത്തെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുക. രൂക്ഷതയുണ്ടായല്ല, പൊട്ടിത്തെറിച്ചെന്നല്ല. ഞാൻ വന്നതുകൊണ്ടാണോ? എന്നാൽ പിന്നെ ഒന്ന് കാണട്ടെ, എന്നാൽ പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ കൽപ്പിക്കുക, നിൻ്റെ വീട്ടിലെ കലത്തിലെ മാവ് തീരട്ടെ. അങ്ങനാണോ? നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞാട്ടെ, ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. നമ്മളെപ്പോലെ പ്രതികാരദാഹി വേറെ ആരുമില്ല, ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. എന്നാൽ പിന്നെ നീ തിന്നുന്നൊന്ന് കാണുമല്ലോ. അത്രയ്ക്കായോ? ഞാൻ വന്നതുകൊണ്ടാണ് ദോഷം വന്നതെന്നോ? എന്നപ്പോൾ ഇപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഇതിനെ ശാപമാക്കാൻ പോവുക അന്നൊന്നും ഏലിയാവ് പറഞ്ഞില്ല. ഏലിയാവ് ആ വിഷയത്തെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുക, വളരെ ശാന്തമായിട്ട്. ഏലിയാവ് പറഞ്ഞു, ചുമ്മാ നെഞ്ചത്തടിക്കാതെ, ചുമ്മാ കിടന്ന് കരവിച്ച് വിലപിച്ച് ഉണ്ടാകാതെ, ആമേൻ സ്തോത്രം, ചുമ്മാ കിടന്ന് ആമേൻ അപശ്രുതി പരത്താതെ ഒരു കാര്യം ചെയ്യുക. നിൻ്റെ തലമുറ എന്ത് ചെയ്യേ? അതല്ലേ നിൻ്റെ വിഷയം. നിൻ്റെ കൊച്ചെന്ത് ചെയ്യേ? സ്തോത്രം, റൂമിനകത്തുണ്ട്, എടുത്തെൻ്റെ കരത്തിനകത്തേക്ക് താ. അവൻ അതിനെ എടുത്തുകൊണ്ടുപോയി. ഹൃദയത്തിനകത്ത് വേദന നിറയപ്പെട്ട ഏലിയാവ് സ്വന്തം മാതാവ് വിരൽ ചൂണ്ടി നീ മുഖാന്തരം എൻ്റെ വീട്ടിൽ ഈ പ്രശ്നം വന്നെന്ന് പറഞ്ഞപ്പോഴും ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ആ ദൈവദാസൻ ആ കുഞ്ഞിനെ എടുത്തു, മാളിക മുറിക്കകത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഏലിയാവ് പ്രതികരിച്ച് 2 പ്രതികരണങ്ങളാണ്. ആ വീട്ടിലെ സഹോദരിയോട് ഏലിയാവ് ഒന്നും മിണ്ടിയില്ല. പക്ഷെ പ്രാർത്ഥനയുടെ ഉൾമുറിക്കകത്ത് കയറി ഏലിയാവ് മുട്ടുമടക്കി ആ കുഞ്ഞിൻ്റെ മുകളിലേക്ക് കവിണ് വീണിട്ട് ഈ മനുഷ്യൻ ചോദിക്കുക, യഹോവേ, അവളോട് ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ല, പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് യഹോവേ. എന്നാ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ മുഖാന്തരമാണോ ഈ വിഷയം വന്നേ? ഞാൻ മുഖാന്തരമാണോ ഈ ദോഷം വന്നത്? അവൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം ഒന്നും മിണ്ടിയില്ല. മിണ്ടാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? നീ മുഖാന്തരമല്ല ആ വിഷയം വന്നത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നീ അല്ല അതിൻ്റെ കാരണക്കാരൻ. സ്തോത്രം. ദൈവം ഒന്നും മിണ്ടിയില്ല. പ്രാർത്ഥനയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഏലിയാവ് പ്രാർത്ഥന തിരിച്ചിട്ട് പറയുക, യഹോവേ, ഇവൻ്റെ പ്രാണനെ ഇവനിലേക്ക് നിനക്കൊന്ന് മടക്കി കൊടുക്കാവോ? ഈ കലങ്ങി മറിയുന്ന വിഷയം അവസാനിക്കണമെങ്കിൽ ഇതിനകത്തൊരു ജീവൻ തുടിച്ചു പുറത്തു വന്നേ പറ്റത്തോളോ? ആരൊക്കെയോ നോക്കി ദൈവാത്മാ പറയുക, നിന്റെ വീടിൻ്റെ സ്വസ്ഥത മടങ്ങി വരണമെങ്കിൽ, നിന്റെ വീടിൻ്റെ സന്തോഷം മടങ്ങി വരണമെങ്കിൽ, നിനക്കിനി ഒരു ആനന്ദം തളം കെട്ടി നിൽക്കണമെങ്കിൽ, മരിച്ചഴുകിപ്പോയ ഈ വിഷയം പെട്ടി തുറന്ന് പുറത്തു വന്നേ പറ്റത്തോളൂ. ഇതിനകത്തൊരു രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ല സഹോദര. നിന്റെ നിർജീവത്വം വന്ന് അഴുകിപ്പോയ വിഷയമില്ലേ, അതിന്ന് പകൽ പുറത്തു വരൂ. ഈ ഞായറാഴ്ചത്തെ മീറ്റിംഗ് നമ്മൾ ആമീൻ പറയുന്നതിനേക്കാൾ മുമ്പ് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഈ പകലത്തെ മീറ്റിംഗ് നമ്മൾ ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് ആ വിഷയം പുറത്തു വരൂ, ആ വിഷയം പുറത്തു വരൂ. ഞാൻ ദൈവാത്മാവിൽ ഉറപ്പിച്ചു പറയുക, അല്ല ഞാൻ പ്രവചിച്ചു പറയുക, ആ വിഷയം മണ്ണിളകി മാറി പുറത്തു വരൂ. നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ സൺഡേ മീറ്റിംഗിനകത്ത് സ്വർഗ്ഗത്തിലെ ദൈവം പകരുമെന്ന് പറഞ്ഞ ആത്മാവിൽ അത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞിന്റെ ആരാധനയാണോ ഈ കേൾക്കുന്നത്? അവരാണോ ഹൃദയം തുറന്ന ദൂതിനെ സ്വീകരിക്കുന്നവർ? എന്റെ വിഷയം ഈ ദിവസം അഴിഞ്ഞ് പുറത്തു വരൂ. ഈ ഞായറാഴ്ച എന്റെ വിഷയത്തിനകത്തൊരു പരിഹാരം ദൈവം തരൂ. ആ വിഷയത്തിനകത്തൊരു ജീവൻ സ്വർഗ്ഗത്തിലെ ദൈവം മടക്കി നൽകും. ഈ ആഴ്ചയിൽ നിങ്ങളുടെ വിഷയം എന്തോ ആകട്ടെ, ഉറപ്പിച്ച് ഞാൻ പറയാം, അത് പുറത്തു വരും. എന്തിനാ പുറത്തു വരുന്നതെന്ന് അറിയാമോ? ഈ വിഷയത്തിനെതിരെ നിനക്ക് വിരൽ ചൂണ്ടിയവനെതിരെ തമ്പുരാന്റെ മറുപടി കൊടുക്കണമെന്ന് ദൈവത്തിനൊരു പിടിവാശി ഉള്ളത് കൊണ്ട് ഈ വിഷയം അഴിഞ്ഞു പുറത്തു വരും. സ്തോത്രം. അടുത്ത വാക്യം, യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു, കൊച്ചിനെ തിരിച്ച് ജീവൻ മടക്കി കൊടുത്തു. ഇത് ഏലിയാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഏലിയാവിൻ്റെ 4 പ്രാർത്ഥനകൾ, 5 പ്രാർത്ഥനകൾ വേദപുസ്തകത്തിലുണ്ട്. എനിക്കറിയാം, പറയാൻ സമയമില്ല, ഒറ്റ വാക്കി പറഞ്ഞ് നമ്മളങ്ങ് അവസാനിപ്പിക്കുക, പ്രാർത്ഥിക്കാൻ പോവുക. ഏലിയാവിൻ്റെ 1ാമത്തെ പ്രാർത്ഥന എടുത്താട്ടെ, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം പെട്ടെന്ന് എടുത്തോ, എന്നിട്ട് നമ്മൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ഏലിയാവിൻ്റെ 1ാമത്തെ പ്രാർത്ഥന. ഏലിയാവ് നമുക്ക് സമസ്വഭാവം, ശ്രദ്ധിച്ചു കേട്ടോ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു.
3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അല്പസമയം മുമ്പ് നമ്മൾ ഒരു സംഭവം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ ഇവിടെ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞല്ലാതെ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടിൽ ഇവിടെ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഇതാ നമ്മൾ പറഞ്ഞത്. അപ്പൊ അധികാരത്തോടെ പറഞ്ഞ മനുഷ്യൻ, ഈ യാക്കോബ് പറയുകയാണ്, അത് പറഞ്ഞെന്നല്ല, അത് നടക്കാൻ വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. ഏത് പ്രാർത്ഥിച്ചു? എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന അധികാരത്തിൻ്റെ ശബ്ദം അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ എൻ്റെ വായിൽ നിന്നൊരു പ്രാർത്ഥനയുടെ അഭിഷേകം പുറത്തു വരണം. ദൈവിക പ്രവാചക അഭിഷേകത്തിൽ കയറാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെ നോക്കി ഞാൻ ഉറപ്പിച്ച് പറയാം, മക്കളെ, നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന പ്രവചന ശബ്ദങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കപ്പെടണമെങ്കിൽ ആ വിഷയ സംബന്ധമായി നിങ്ങൾ പ്രാർത്ഥിച്ചേ പറ്റത്തോളോ. സ്തോത്രം. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു പ്രാർത്ഥനാ മനുഷ്യനാ യാക്കോബ്. ഒരു സ്തോത്രം പറഞ്ഞാമോ? യാക്കോബ് ഒരു പ്രാർത്ഥനാ മനുഷ്യനാ. എൻ്റെ പൊന്നമ്മാമേ, യാക്കോബിൻ്റെ മുട്ടുകളെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നു, ഒട്ടകത്തിന്റെ മുട്ടുകളോടുകൂടെ ഒരു മനുഷ്യൻ. എന്തോത്തിന്റെ? അതെന്തോ ആ വാക്കിന്റെ അർത്ഥം? എന്തോ മക്കളെ ആ വാക്കിന്റെ അർത്ഥം? ഒട്ടകത്തിന്റെ മുട്ടുകളോടുകൂടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ സ്ഥിരമേൽ മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. പ്രാർത്ഥിക്കാൻ സ്ഥിരമായിട്ട് മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. സ്ഥിരമായിട്ട് മുട്ടിന്മേൽ നിന്നപ്പോൾ മുട്ടിനകത്തൊരു തഴമ്പ്. അത് ഒട്ടകത്തിന്റെ മുട്ടുകൾ പോലെ ആയിരുന്നു. എന്ന് വെച്ചാൽ തഴമ്പുള്ള, എപ്പോഴും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന യാക്കോബ്. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഈ മുസ്ലിംസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുസ്ലിംസിന്റെ നെറ്റിക്കകത്ത് തഴമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര കുരുത്തക്കെട്ടവനാണ്. ഞാൻ എപ്പോഴും ഇവിടെ പറയുന്നത്, എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് കൂട്ടുകാരാ. ഭയങ്കര തടികടയുള്ളവന്മാരെ പറയും, ഭയങ്കര തടികടയുള്ളവന്മാരാ. സ്തോത്രം. എല്ലാ കൊട്ടിയം ദേശത്ത് നടക്കുന്ന എല്ലാ പരിപാടിക്കുമാരുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാമോ, നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ എല്ലാം പള്ളി കാണും. ഭയങ്കര തടികടയാ, ഉഴപ്പന്മാരാ, എല്ലാ പ്രശ്നവുമാണ്. ആ ദേശത്ത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇമാരില്ലാത്തൊരു പരിപാടിയില്ല. പക്ഷേ നിസ്കാരത്തിൻ്റെ സമയമാണെങ്കിൽ എല്ലാം ജപിക്കാത്ത വെള്ളവും തേച്ച് മുഖവും കഴുകി കാലും കഴുകി പള്ളിക്കകത്ത് പോയി നിസ്കരിച്ചോളും. അവരത് മുടങ്ങിയില്ല. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ട്രെയിൻ യാത്രയ്ക്കകത്ത് ഞാൻ കണ്ടു. കഴിഞ്ഞ ദിവസം ഒരു ട്രെയിൻ യാത്രയ്ക്കകത്ത് ഞാൻ കണ്ടു. ഉച്ചയായ സമയത്ത് ആ ട്രെയിനിൻ്റെ ആ നടുഭാഗമില്ലേ, ആ സ്തോത്രം, അതിനകത്തേക്ക് ഒരു മനുഷ്യൻ പാവിരിച്ചിട്ട് മുട്ടിന്മേൽ നിൽക്കുക നിസ്കാരത്തിൻ്റെ സമയത്ത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പെന്തക്കോസുകാരെ നമുക്ക് ഞായറാഴ്ച പോലും അറിയാലോ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ മുട്ടിന്മേൽ നിൽക്കുക. സ്തോത്രം. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയാൻ പാടില്ല. സ്തോത്രം. അവരെ പഠിപ്പിച്ച ടീച്ചിങ്സ് അങ്ങനാച്ചാ, അവരെ പഠിപ്പിച്ച രീതി അങ്ങനെ. യാക്കോബിന്റെ പ്രത്യേകത, ഒട്ടകത്തിന്റെ മുട്ടുകളോടി ഒരു മനുഷ്യൻ. സ്തോത്രം. ഒട്ടകത്തിന്റെ മുട്ടുകളോടി ഒരു മനുഷ്യൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഈ മനുഷ്യൻ പ്രാർത്ഥനയുടെ ഒരു കഥാപാത്രത്തെ പഴയ നിയമത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് വരണമെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചപ്പോൾ തൻ്റെ ലേഖനത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വിഷയത്തെ പ്രതിഫലിപ്പിക്കാൻ 5-ാം അധ്യായത്തിൽ ആഗ്രഹിച്ച മനുഷ്യൻ പഴയ നിയമത്തിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനെ എടുത്തുകൊണ്ട് വരണമല്ലോ എന്നൊരു ചിന്ത കൊണ്ടുവന്നപ്പോൾ ആരെ എടുക്കും എന്നൊരു ചിന്ത ഈ മനുഷ്യൻ്റെ മനസ്സിനകത്ത്. യാക്കോബ് ലെവലേശ സംശയമില്ലാതെ എഴുതി. ഏലിയാവിൻ്റെ ചരിത്രം പറയാം. എന്താ? അവൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാ. മഴ പെയ്യാതിരിക്കാൻ ആ മനുഷ്യൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മറുപടി കൊടുത്തു. 3 വർഷവും 6 മാസവും ദേശത്ത് എന്ത് ചെയ്തില്ല. അപ്പം ഏലിയാവിൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥന ചില വാതിലുകളെ അടയ്ക്കുവാനുള്ള പ്രാർത്ഥന. ഒരു ദൂത് ഞാൻ പറയട്ടെ, പിശാച് നിന്റെ ജീവിതത്തിൽ തുറന്നിടുന്ന വാതിലുകൾ ഇന്ന് രാത്രി അടയണമെങ്കിൽ, ഈ പകൽ അടയണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. പിശാച് തുറക്കുന്ന ചില വാതിലുകളെ അടയ്ക്കാൻ ഈ ആഴ്ച പ്രാർത്ഥിക്കുമെന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുന്നവർ കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. വൈരിയുടെ വാതിലുകളെ അടയ്ക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ ശബ്ദം എന്ത് ചെയ്യണം? ഉയർത്തണം. വൈരിയുടെ വാതിലുകൾ അടയ്ക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ ശബ്ദം. ഞാൻ പണ്ടൊക്കെ ഏത് മീറ്റിംഗ് വന്നാലും ഞാൻ എടുക്കുമായിരുന്നു. അങ്ങനെ ഈ പൊതുവേ നമുക്കറിയാമല്ലോ, നമുക്ക് ഈ കാര്യം ഭയങ്കര ആവേശമുള്ള സാധനമാണ്. സ്തോത്രം. ഏത് മീറ്റിംഗ് എവിടെ വന്നാലും ചാടി കുത്തി എടുക്കും. എവിടെ സ്ഥലവും രണ്ടാമതേ ചോദിക്കുള്ളൂ. ഡേറ്റ് ഉണ്ടോ? ഡേറ്റ് ഉണ്ട്. എവിടെ? അപ്പോഴേ കുറിച്ചങ്ങ് ഇടുക. നമ്പർ ഇത് നോട്ട് ചെയ്താൽ മതിയോ? സ്തോത്രം. പിന്നെ സ്ഥലവും സമയം പോലും, പിന്നെ ആ ടൈം ഷെഡ്യൂളും പിന്നെ ആ സ്ഥലവും പിന്നെ ചോദിക്കുകയുള്ളൂ. സ്തോത്രം. ഏത് സമയമെന്നൊക്കെ പിന്നെ ചോദിക്കുകയുള്ളൂ. സ്തോത്രം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. 21 കഴിഞ്ഞപ്പോൾ മുതൽ ഒരു ഭയങ്കര ആത്മനിയോഗം. എല്ലാ മീറ്റിങ്ങും എടുക്കരുത്. ഒരു ഭയങ്കര ആത്മനിയോഗം. പലരും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ പറയും, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ മതിയോ? സ്തോത്രം. അതെന്താ ഭാഷ അങ്ങനെ? ഞാൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാം. സ്തോത്രം. എന്താ? എല്ലായിടത്തും പോയി വെറുതെ തൊണ്ട കീറാൻ മനസ്സിൽ ഇപ്പോൾ ഒരു താല്പര്യമില്ല. സ്തോത്രം. ഞാൻ പോകുമ്പോൾ എന്നെ ദൈവം പ്രയോജനപ്പെടുത്തും എന്നുള്ള സ്ഥലത്ത് മാത്രമേ എനിക്ക് പോകാനായി ഇപ്പോൾ ഇഷ്ടം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ മീറ്റിങ്ങിനകത്തെല്ലാം അത് കണ്ടച്ചാ. പ്രാർത്ഥിച്ചു പോയ മീറ്റിങ്ങിനകത്തെല്ലാം വലിയ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചർച്ചിനകത്ത് ആ 15-ാമത്തെ ദിവസം മുതൽ അറ്റ്മോസ്ഫിയർ വെളിപ്പെട്ട് വന്നില്ലേ? ഈ ദിവസങ്ങളിൽ പോകുന്ന മീറ്റിങ്ങിനകത്തെല്ലാം കുഞ്ഞുങ്ങളുടെ മേൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഞാൻ കാണുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുക അതൊരു പകർച്ചയായി നമ്മുടെ മേൽ വെളിപ്പെട്ട് വന്നിരിക്കുക. ഇനി മുതൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അത് ചലിക്കപ്പെടാനിടയായി. പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം നമ്മളെ ലീഡ് ചെയ്യും.
പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം നമ്മളെ ഗൈഡ് ചെയ്യും. ശത്രു തുറക്കുന്ന വാതിലുകൾ നമ്മൾ എൻട്രി ആകരുത്. ദൈവഹിതമുള്ള വാതിനകത്ത് നമ്മൾ എൻട്രി ആകണം. സ്തോത്രം. മഴ പെയ്യാതിരിക്കാൻ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. ഏലിയാവിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന എന്താ? ഇനി എടുക്കണ്ട, ഞാൻ പറയാം. 1 രാജാക്കന്മാർ 18:43 മഴ പെയ്യാൻ വേണ്ടി ഏലിയാവ് പ്രാർത്ഥിച്ചു. അപ്പോൾ പെയ്യാതിരിക്കാനും പ്രാർത്ഥിച്ചു, പെയ്യുവാനും പ്രാർത്ഥിച്ചു. ഏലിയാവിൻ്റെ മൂന്നാമത്തെ പ്രാർത്ഥന 18:36 രാജാക്കന്മാരുടെ പുസ്തകമാണ് കേട്ടോ. 18:36 തീ ഇറക്കാൻ വേണ്ടി ഏലിയാവ് പ്രാർത്ഥിച്ചു. തീ ഇറക്കാൻ വേണ്ടി ഏലിയാവ് പ്രാർത്ഥിച്ചു. സത്യാരാധന ദേശത്തിനകത്ത് പ്രബലമാകാൻ വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽ ഈ ദേശത്തിൻ്റെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ ആത്മാവിൽ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയണോ, ഈ ദേശത്തിനകത്ത് ഒരു സത്യാരാധനയുടെ അഭിഷേകം വ്യാപരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ആത്മാവിൽ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ദേശത്തിനകത്തൊരു തീ കത്താൻ വേണ്ടി പ്രാർത്ഥിക്കാവോ? നിങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ അകത്തളങ്ങൾ സത്യാരാധനയുടെ അഭിഷേകം കത്താൻ വേണ്ടി പ്രാർത്ഥിക്കാവോ? നിങ്ങൾ പോകുന്ന ജോലി സ്ഥലത്തിനകത്ത് ഒരു അഭിഷേകത്തിൻ്റെ തീ വെളിപ്പെട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാവോ? ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദേശത്തിൻ്റെ ബാലിൻ്റെ ബലിപീഠങ്ങളെ തകർത്തുകൊണ്ട് മൂന്നാമത്തെ ഏലിയാവിൻ്റെ പ്രാർത്ഥന ദേശത്തിനകത്ത് യഹോവ ദൈവമാണെന്ന് തെളിയിക്കപ്പെടുവാൻ ഒരു സത്യാരാധനയുടെ അഭിഷേകം കത്തുവാൻ വേണ്ടി ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. രക്തം ക്ഷയം. ഞാനത് പറയുമ്പോൾ ഇരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു അസ്വസ്ഥതയും വ്യാപരിക്കപ്പെടില്ല. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു അസമാധാനവും ചലിക്കപ്പെടില്ല. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിനകത്ത് 2 ആരാധന നടക്കത്തില്ല. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സത്യാരാധന നടക്കും. ഇത് നമ്മുടെ മൂന്നാമത്തെ പ്രാർത്ഥനയാ. മഴ പെയ്യാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചത് സത്യമാണെങ്കിൽ, മഴ പെയ്യാൻ നീ പ്രാർത്ഥിച്ചത് സത്യമാണെങ്കിൽ, ഇനി ദേശത്തിനകത്ത് പിശാചിന്റെ രാജ്യം ഉയരപ്പില്ല. ദേശത്തിനകത്ത് ദൈവത്തിന്റെ രാജ്യം ഉയരണമെങ്കിൽ ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഒരു സത്യാരാധനയുടെ അഭിഷേകം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് കത്തട്ടെ. മക്കളെ, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾക്കകത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പ. ഒരു സത്യാരാധനയുടെ അഭിഷേകം നിങ്ങളുടെ അകത്ത് കത്തട്ടെ. രക്തത്താലും വചനത്താലും ജയമെടുത്ത്. ഞാനത് പറയുമ്പോൾ ആത്മാവിൽ ഞാൻ ആഗ്രഹിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകത്തിൽ നിറയപ്പെടണം. അവർ യഹോവയുടെ തീയുടെ അഭിഷേകം പ്രാപിച്ചെടുക്കണം. അവർ പോകുന്ന മണ്ണുകൾ സത്യാരാധനയുടെ അഭിഷേകത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറണം. അവർ നിൽക്കുന്ന സ്ഥലങ്ങൾ തീ കത്തണം യേശുവിന്റെ നാമത്തിൽ. അവർ കയറുന്ന സ്ഥലങ്ങൾ തീ കത്തണം യേശുവിന്റെ നാമത്തിൽ. അവർ നിൽക്കുന്ന വേദികൾ തീ കത്തണം. പ്രാർത്ഥിച്ചേ. ഇതൊരു ഭയങ്കര അഭിഷേകമാണ്. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പിടിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക കോട്ടയെ ദൈവാത്മാ പൊട്ടിച്ചിട്ട് പറയുന്നു, യോഗം കഴിഞ്ഞിട്ട് നിന്റെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് നീ കാലെടുത്ത് വെക്കുമ്പോൾ നിന്റെ ഭവനം ഒരു തീയായി മാറും. അങ്ങനെ ഒരു ദൈവശക്തി ചിലരുടെ ശരീരത്തിനകത്ത് ദൈവം ഇടുമുണ്ട്. യേശുവിന്റെ നാമത്തിൽ സ്വർഗം അത് പകരും. പകൽ യോഗത്തിനകത്ത് ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കാമോ? എന്റെ അകത്തൊരു ദൈവശക്തി വ്യാപരിക്കപ്പെട്ടാൽ ദേശത്തിന്റെ പൈശാചിക ആരാധനകളെ ദൈവം ബന്ധിച്ചുകൊണ്ട് ദേശത്തിനകത്തൊരു സത്യാരാധനയുടെ അഭിഷേകത്തിന്റെ തീ വ്യാപരിക്കപ്പെടും. ആത്മാവിൽ മക്കളൊക്കെ പ്രാർത്ഥിക്കും. മക്കളെ, അങ്ങനെ ഒരു ദൈവശക്തിയുടെ അഭിഷേകം ഉണ്ടാ. അത് നിന്റെ ശിരസിനകത്ത് പകരുവാൻ ദൈവശക്തനായ ദൈവമാ. നീ നിൽക്കുന്ന സ്ഥലം യഹോവയുടെ അഭിഷേകത്തിന്റെ തീയായി മാറും. രക്തം ക്ഷയമെടുക്കുന്നു. ഏലിയാവിന്റെ മൂന്നാമത്തെ പ്രാർത്ഥന തീയിറക്കാനുള്ള പ്രാർത്ഥന. ഏലിയാവിന്റെ നാലാമത്തെ പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് വിധവയുടെ മകനെ ഉയർപ്പിക്കുവാനുള്ള പ്രാർത്ഥന. ഒന്നേന്ന് പറയാം. 1 മഴ പെയ്യാതിരിക്കാൻ, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. 2 മഴ പെയ്യാൻ, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. 3 തീ ഇറക്കാൻ, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. 4 വിധവയുടെ മകനെ ഉയർപ്പിക്കാനുള്ള പ്രാർത്ഥന. 5ാമത്തെ പ്രാർത്ഥന പറഞ്ഞു നിർത്തട്ടെ. ഏലിയാവിന്റെ 5ാമത്തെ പ്രാർത്ഥന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രാർത്ഥനയല്ല. ഇത്രയും ചെയ്ത മനുഷ്യൻ 5ാമത്തെ പ്രാർത്ഥന അറിയാവോ? ചൂരച്ചെടിയുടെ തണലിൽ ഒരു വഴി ദൂരം മരുഭൂമി പിന്നിട്ട് കണ്ടൊരു ചൂരച്ചെടിയുടെ തണലിൽ അഭയം പ്രാപിച്ച ഈ മനുഷ്യൻ സ്തോത്രം അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. മതി യഹോവേ, മതി. എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനൊന്നുമല്ല, എൻ്റെ ജീവനെ എടുക്കണമേ എന്നവൻ പ്രാർത്ഥിച്ചു. എൻ്റെ ജീവന് എത്ര ശക്തനാണെങ്കിലും, എത്ര ഭക്തനാണെങ്കിലും, എത്ര വലിയ പ്രവാചകനാണെങ്കിലും ചില സമയത്ത് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുന്നൊരു മേഖലയുണ്ട്. നിന്നെ കുറ്റം പറയുമ്പോൾ, നിന്നെ നാട്ടുകാർ പഴി പറയുമ്പോൾ, നിന്നെ റിജക്റ്റ് ചെയ്ത് മാറ്റി നിർത്തുമ്പോൾ, നിന്റെ പേര് ഉയരേണ്ട സ്ഥാനത്ത് നിന്റെ പേര് ലിസ്റ്റിനകത്തിടാതെ അവർ നിന്നെ തട്ടി മാറ്റുമ്പോൾ എൻ്റെയും നിൻ്റെയൊക്കെ മനസ്സ് ഒരുപോലെ ഡള്ളാകും. അപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, മതി യഹോവയെ, ശുശ്രൂഷ നിർത്തുക, എല്ലാ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കുക, ഇനി ഞങ്ങൾക്ക് ബൈബിളും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, സഭയും വേണ്ട, മതി യഹോവയെ മതി. ചൂരച്ചെടിയുടെ തണലിൽ അഭയം പ്രാപിച്ച ഏലിയാവിനെ പോലെ എത്രയോ സമയങ്ങൾ നമ്മൾ പെട്ടുപോയിട്ടുണ്ട്. ഇന്ന് പകൽ യോഗത്തിനകത്തിരിക്കുന്ന നമ്മളോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറ്റം ചെയ്യുക. ഏലിയാവിനെ പോലെ 4 ശക്തമായ പ്രാർത്ഥനയ്ക്കകത്ത് നീ പുറത്തു വന്നിട്ടും, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും നീ പ്രാർത്ഥിച്ചിട്ടും, വിധവയുടെ മകനെ ഉയർപ്പിക്കാൻ നീ പ്രാർത്ഥിച്ച് അത്ഭുതം നേടിച്ചിട്ടും, തീ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ച് ദേശത്തിലെ യഹോവയുടെ നാമം നീ തെളിയിച്ചിട്ടും, നിന്റെ ജീവനെതിരെ വന്നൊരു ഭീഷണിയുടെ മുമ്പിൽ ഏലിയാവിനെ പോലെ ചൂരച്ചെടിയുടെ തണലിൽ അഭയം
പ്രാപിച്ച് മതി യഹോവയെ മതി എന്ന് പറഞ്ഞ് മനസ്സ് തളർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവ് നിന്റെ അടുക്കലേക്ക് ഒരു ദൂതനെ ഇന്ന് പകൽ അയക്കുന്നുണ്ടെന്ന്. കനലിൽ ചുട്ട അപ്പവും തുരുത്തിയിലെ വെള്ളവുമായി ആ ദൂതൻ നിനക്കൊരു ഭക്ഷണം ഇന്ന് പകൽ തരൂ. 40 ദിവസം ഹോരേബോളം ഓടുക ഒരു ദൈവശക്തി ഇന്ന് പകൽ വിശ്വസിക്കുന്ന ഞങ്ങളുടെ സഭയുടെ നടുവിലേക്ക് യേശുവിന്റെ നാമത്തിൽ ആ വചനത്തെ അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന ഒരു ബലമാ. ഈ ആഴ്ചയിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകമാ. ഈ ആഴ്ചയിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് പറ, കർത്താവേ, എത്രയോ പ്രാവശ്യം ഏലിയാവിനെ പോലെ കരങ്ങളെല്ലാം മലർത്തി പിടിച്ചാട്ടെ. ആ വിശുദ്ധ വേദപുസ്തകം ഒന്ന് മടക്കി വെച്ചിട്ട് ദൈവത്തോടുള്ള ഒരു നന്ദിയായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഒറ്റ മിനിറ്റ് കൂടെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാവോ? പ്രാർത്ഥിക്കാവോ? മനസ്സിനെ ഡള്ളാക്കി കളയുന്ന, മനസ്സിനെ അസ്വസ്ഥമാക്കി കളയുന്ന, പ്രാർത്ഥിച്ചു കയറിയേണ്ടിയ നിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, പ്രാർത്ഥിച്ചു കയറിയേണ്ടിയ നിന്റെ മനസ്സിനെ ഡള്ളാക്കുന്ന ചില ചൂരച്ചെടികളെ ഇന്ന് പകൽ പൊളിച്ച് പുറത്തു വരണം. എനിക്കറിയാം നമ്മുടെ സഭയ്ക്കകത്തിരിക്കുന്നവരെല്ലാം പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവരാ. പക്ഷേ നിന്നെ പ്രയോജനപ്പെടുത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആ നെഗറ്റീവിൻ്റെ തോട്ട്സുകൾ, നിന്നെ പ്രയോജനപ്പെടുത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന നിനക്കെതിരെയുള്ള റിജക്ഷനുകൾ, കൊട്ടാരത്തിനകത്ത് എഴുതി കണ്ണെഴുതി പൊട്ടുതൊട്ട് ജനത്തെ വശീകരിക്കുന്ന ഇസ്രായേലിയ തന്ത്രമാ നിനക്കെതിരെ ജീവന്റെ ഭീഷണി മുടക്കിയത്. നീ എന്തിനാ ഭാരപ്പെടുന്നേ? തന്ത്രക്കാരിയാ നിന്നോട് പറഞ്ഞത് നിന്റെ ജീവനെ അപഹരിക്കുമെന്ന്. പക്ഷെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന നിന്റെ യേശു പറയുക, നിന്റെ കർത്താവ് പറയുക, നിന്നെ പുറത്തു കൊണ്ടുവന്ന സാക്ഷാൽ പടച്ച തമ്പുരാൻ പറയുക, പേടിക്കേണ്ട ഏലിയാവേ, ഇനിയും 40 ദിവസങ്ങൾ നിനക്ക് ഓടുവാനുണ്ട്. ഇരിക്കുന്ന ചില കുടുംബങ്ങളോട് ദൈവം ബലപ്പെടുത്തി പറയും, ഇത് നിന്റെ അവസാനമല്ല, ഈ മാസം നിന്റെ ലാസ്റ്റ് അല്ല, ഇത് നിന്റെ എഡ്ജ് അല്ല, ഇനിയും നിനക്ക് ദീർഘദൂര യാത്രകൾ ഓടുവാനുണ്ട്. പക്ഷെ നിന്റെ മനസ്സ് മടിപ്പിക്കുന്ന ആ മേഖല ഉണ്ടല്ലോ, അതിനെ ഇന്ന് പകൽ നീ ജയിച്ച് പുറത്തു വന്നേ പറ്റുള്ളൂ. ഭയങ്കര ഷാർപ്പായിട്ട് ദൈവാത്മാവ് സംസാരിക്കുക. പല പ്രാവശ്യം പ്രസംഗിച്ച വാക്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇന്ന് പകൽ ദൈവം ദൂതാക്കി അതിനെ തിരികുക. നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് കൊതിയുണ്ട്. നീ നിൽക്കുന്ന മണ്ണുകൾ ഇളക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വിഷയം യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കും. അതിനകത്ത് ഒരു അത്ഭുതം ദൈവം ചെയ്യും. ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കേണ്ട നിന്നെ ചൂരച്ചെടിയുടെ തണക്കിലിനകത്ത് ഒച്ചു ചുരുളുന്നത് പോലെ ചുരുട്ടി വെച്ചിരിക്കുന്ന ആ മനസ്സിന്റെ ഡിസ്റ്റർബിനെ ഇന്ന് പകൽ പൊളിച്ച് നീ പുറത്തു വന്നേ പറ്റുള്ളൂ. Holy Spirit of Jesus. Jesus. മനസ്സുകൊണ്ടൊരു ഭയങ്കര തീരുമാനം ഇന്ന് പകൽ എടുക്കുക. മനസ്സുകൊണ്ടൊരു ഭയങ്കര തീരുമാനം എടുക്കുക. ചൂരച്ചെടിയാ ഞാൻ ക്ഷണിച്ച് പുറത്തു വരും. മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുന്ന ചിലരെങ്കിലും ഈ യോഗത്തിനകത്തുണ്ട്. അങ്ങനെയുള്ളവരെ നോക്കി ഉറപ്പിച്ച് ഞാൻ പറയാം, അടുത്ത 40 ദിവസങ്ങൾ ദൈവം നിന്നെ ഓടിക്കാൻ പോകുക. നിന്റെ നടുവിലേക്ക് ഒരു ദൂതൻ ഇറങ്ങി വരാൻ പോകുക. പാറകളെല്ലാം വഴിമാറി പോകട്ടെ.
പകൽ നടക്കുന്നത്. നിന്റെ ചോര ചെടിയുടെ മേഖലകളെയും പൊട്ടിക്കുന്നുണ്ട്. അടുത്ത ചില ദീർഘദൂര ഓട്ടങ്ങൾക്ക് വേണ്ടി ദൈവം ചിലരെ സജ്ജമാക്കുമോ? പ്രാവശ്യം കൂടെ പറയാം. ചതഞ്ഞ ഓട